ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ടാറ്റുവിനെ കുറിച്ചാണ്. അതായത് നമ്മുടെ ശരീരത്തിൽ ടാറ്റു അടിക്കാറുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ ടാറ്റു ഇല്ലാത്ത പുതിയ തലമുറ ആരും കാണത്തില്ല. ഏതെങ്കിലും ശരീരത്തിൻ്റെ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ടാറ്റു കാണും. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രകൃതി തന്നെ ടാറ്റു അടിച്ച ഒരു പൂവിനെ സൃഷ്ടിച്ചൊക്കെയാണ്. അതായത് ഒരു ചെടിയിലുണ്ടായ പൂവിൽ അതിൻ്റെ ഒരു എതളിൽ ടാറ്റു അടിച്ചിട്ടുണ്ട്. ആ പൂവ് എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇത് കണ്ടോ? നമ്മൾ വെറുതെ ഇങ്ങനെ ചെടി പൊടിച്ച് നിൽക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇതാണ് ഞാൻ പറഞ്ഞ ആ ചെടി. ഈ ചെടിയുടെ പൂവിലാണ് ടാറ്റു അടിച്ചിട്ടുള്ളത്. ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ പൂവ് ഇതാകണ്ടോ, നോക്കണം. ഇതുണ്ടോ? 5 ഇതളുണ്ട്. അതിൻ്റെ പ്രത്യേകത നോക്കി, ഈ 5 ഇതളിൽ ഒരു ഇതൾ വലുതാണ്. ആ ഒരു വലിയ ഇതളിലാണ് ടാറ്റു അടിച്ചേക്കുന്നത്. കണ്ടോ? ഇതാ നിൽക്കുന്നത് കണ്ടോ? ഇതൊക്കെ മുട്ടാണ്. ഈ ചെറുത് താഴെ നിൽക്കുന്നതൊക്കെ മുട്ടാണ്. ഇതിനി വിടർന്ന് വരും. ഇത് നോക്കി, ഇതിൻ്റെ ബാക്കിൽ നിൽക്കുന്ന കണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഇതൊക്കെ ഇതിൻ്റെ ഏതെല്ലാം ടാറ്റു അടിച്ച പൂക്കളാണ്. ഉണ്ടോ? വയലറ്റ് കളറിൽ ഇതിൻ്റെ പുറത്തൊരു ആളിരിപ്പുണ്ട്. ഉണ്ടോ? കാണാമോ എന്തോ? ഉണ്ടോ? ഒരാളിരിപ്പുണ്ട് ഇതിൻ്റെ പുറത്ത്. ഇതിൻ്റെ വേറെയും കളറുള്ള പൂക്കളുണ്ട്. ഞാൻ കാണിച്ചു തരാം. വ്യത്യസ്തമായിട്ടുള്ള ഈ ടാറ്റു അടിച്ച ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ. അതുണ്ടോ? ഈ ടാറ്റു അടിച്ച ചെടി ഒരുപാട് നിറയെ പൂത്ത് നിൽപ്പുണ്ട്. അപ്പം ഇങ്ങനെ പൂത്ത് വയ്ക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടത്. നമ്മളിതിൻ്റെ മുമ്പ് കണ്ടിട്ടുണ്ട്. മുമ്പ് ഒരു ചെറിയ ഷോർട്സ് ഇട്ടിട്ടുണ്ട് ഇതിനെക്കുറിച്ച്. അപ്പോൾ ഇത് ഏകദേശം ഇതുണ്ടോ, ഇത്രയും ഒരു 1.5 മീറ്ററോളം പൊക്കത്തിൽ ഇങ്ങനെ വളരുന്നൊരു ചെടിയാണിത്. ഇത് വേറെ എണ്ണം പൂവാണേ. ഞാനിവിടെ നോക്കി വച്ചിരുന്നു. അതിൻ്റെ വേറൊരു കോളാമ്പി വിഭാഗത്തിൽപ്പെട്ട ഒരു ചെടിയാണിത്. പക്ഷെ ഞാനിത് നോക്കി വെച്ചിരുന്നു. ഇത് കണ്ടോ? അങ്ങനെ കിട്ടി സുഹൃത്തുക്കളെ, കിട്ടി. ഇത് കണ്ടോ? അതിൻ്റെ തന്നെ വേറൊരു കളർ, വയലറ്റ് കളറിലുള്ളൊരു പൂവാണേ. ഇത് കണ്ടോ? കുഞ്ഞൻ പൂവാണ്, പക്ഷെ കാണാൻ നല്ല രസമാണ്. അടുത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാലേ അതേ ഇനത്തിൽപ്പെട്ടതാണ്. പക്ഷേ ഇപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞ ടാറ്റു അടിച്ച പൂ നിങ്ങളെല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പ്രകൃതിയിൽ നമ്മൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ പല അത്ഭുതങ്ങളും ഇതേപോലെ കാണാൻ പറ്റും. പ്രകൃതി ഒരു വലിയ പ്രതിഭാസം തന്നെയാണ്. ഓക്കെ, താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.